ഹലോ ഗൈസേ, യൂട്യൂബ് ഭരിക്കുന്ന 3 പെണ്ണുങ്ങൾ എൻ്റെ അഭിപ്രായത്തിൽ ആരൊക്കെയെന്ന് അറിയും? ഒന്ന് ഷാജിദ ഷാജി, ഒന്ന് രേണുസുതി, ഒന്ന് ജസ്ന സലീം. ഈ പെണ്ണുങ്ങളെ കൊണ്ട് ഒരു രക്ഷയില്ലാത്ത അവസ്ഥയായിരുന്നു. അത് നെഗറ്റീവായിട്ട് പറയില്ല. കണ്ടൻറ് ക്രിയേറ്റേഴ്സ് എന്ന ലെവലിൽ ഇവർ ഭീകരമായി കണ്ടൻറ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. രേണുസുതിക്ക് ഇതിൽ യൂട്യൂബ് ചാനലില്ല എന്നത് വളരെ സങ്കടകരമായ ഒരു കാര്യമായി പോയി. അല്ല, രേണുസുതി യൂട്യൂബ് ചാനൽ തുടങ്ങിയായിരുന്നു. ഇതിലെ ഷാജിദ ഷാജി വൻ ആവേശത്തോടു കൂടി തുടക്കം മുതൽ അടിപൊളിയായിട്ട് 1-2 മാസം കഴിഞ്ഞപ്പോഴേക്ക് 37 വന്നിരുന്നു. ജസ്ന സലീം തെറിവിളി തുടങ്ങിയായിരുന്നു. കണ്ണ എന്നൊക്കെ പറഞ്ഞ് കണ്ണൻ്റെ ചിത്രം വരച്ച്, അതേപോലെ തന്നെ മതമൂരി തട്ടം കളഞ്ഞ് ഇപ്പോൾ മതമില്ലാത്ത ജസ്ന സലീമായിട്ട് അങ്ങനെ ആളുകളെ ആകെ ഒരു എന്താ പറയുക, അയ്യോ ജിജ്ഞാസയുടെ മുൾമുനയിൽ നിർത്തിയതിൻ്റെ ഇടയിലാണ് വേറെ ചില കുൽസിത കഥകൾ, അങ്ങനെ എന്തൊക്കെ കുറേ കാര്യങ്ങൾ ആളുടെ ഉള്ളിലേക്ക് തീപ്പൊരിയായിട്ട് ഇട്ടുകൊണ്ട് രേണുസുതിനെ കുറിച്ചിട്ട് കൊല്ലം രണ്ടാമത്തെ ഭാര്യ രംഗപ്രവേശം ചെയ്തിരിക്കുന്നത്. എന്താ ഇവർ 3 എണ്ണം ബിഗ് ബോസിൽ വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതായത് യൂട്യൂബിൽ ഇവരിങ്ങനെ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് മാത്രമല്ലല്ലോ, ഇവരെല്ലാവരും ബിഗ് ബോസിൽ വരട്ടെ. ഈ ബിഗ് ബോസിലേക്ക് വരാനുള്ള ഒരു സംഗതിയാണോ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ബലമായ സംശയമുണ്ട്. സംശയമില്ലാതെ അങ്ങനെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ബിഗ് ബോസിലേക്ക് വരട്ടെ, അവിടെ എന്തായാലും കൂട്ടത്തല്ല് കാണാം. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഈ സ്ത്രീ കഥാപാത്രം ആരായി? ഞാൻ പറഞ്ഞ 3 പേരിൽ എനിക്ക് ഈ 3 പേരും എന്താ പറയുക, എനിക്ക് തോന്നുന്നത് യൂട്യൂബിൽ തീയിട്ട 3 വ്യക്തികളാണ്. നമ്മളെ കൊണ്ടൊന്നും സാധിക്കില്ല. പ്രത്യേകിച്ച് ഷാജിദ ഷാജി, താത്ത മുത്താണ്. ജസ്ന സലീം ഷാജിദ ഷാജീനെ കോപ്പിടിക്കാടോ എന്ന് ഡൗട്ടുണ്ട്. കാരണം ഏകദേശം അവർ പോണ ഒരു പോക്ക് അങ്ങനെ എന്തൊക്കെയാണ് തോന്നുന്നത്. തെറിവിളിയും ഇതും പരിപാടികളും സംഗതികളും, തെറിവിളികൾ, കുൽസിത കഥകൾ, ഇതാണ് യൂട്യൂബിൽ ഇന്ന് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതി തോന്നണം. അതെന്തായാലും നല്ല രസമുണ്ട്. തെറി പഠിക്കണമെങ്കിൽ ജസ്ന സലീമിൻ്റെ വീഡിയോസ്, അതേപോലെ ഷാജിദ ഷാജിയുടെ വീഡിയോസൊക്കെ കണ്ടാൽ മതി. എനിക്ക് തെറി വിളിക്കണതിൽ കൂടുതൽ ഇഷ്ടമുള്ള, അതായത് നല്ല കാര്യപ്രാപ്തിയുള്ള രീതിയിൽ, നല്ല മെച്യൂർഡായ രീതിയിൽ, നല്ല പ്രാക്ടിക്കലായ രീതിയിൽ, എന്നാൽ തെറി അങ്ങനെയുള്ള രീതിയിൽ സംസാരിക്കുന്ന എനിക്കിഷ്ടമുള്ളൊരു കഥാപാത്രമാണ് ഷഫീന ബേബി. അപ്പോൾ ഷഫീനാത്താൻ്റെ ലൈവ് കണ്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഷഫീനാത്താൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ ടൈം പോകുന്നത് അറിയില്ല. അത് അത്ര നമുക്ക് അറിവ് പകർന്നു തരുന്ന, അല്ലെങ്കിൽ നമ്മളെ കുറച്ചുകൂടി മെച്ചുവേർഡാക്കുന്ന, നമുക്ക് ബോധം വെപ്പിച്ച് തരുന്ന, വെളിച്ചം വീശുന്ന വീഡിയോസാണ്. അത് ചുമ്മാ പറയുന്നതല്ല കേട്ടോ, ഞാൻ കാര്യമായിട്ട് പറഞ്ഞാണ്. ഷാജിദ ഷാജിയുടെ വീഡിയോസ് കാണുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അയ്യോ അങ്ങനെ ജെട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെയുള്ള മുപ്പത്തിയേരാ നമുക്ക് മോണോ ആക്ട് മിമിക്രി ഒക്കെ ഒന്ന് പഠിക്കാൻ പറ്റും. ജസ്ന സലീം അതേത് ഷാജിദ ഷാജിയുടെ അതേ ലൈൻ കോപ്പി അടിക്കണോ എന്നൊരു ഡൗട്ടുണ്ട്. മിമിക്രി മോണോ ആക്ട് ഒക്കെ ആയിട്ട് മുപ്പത്തിയേരി എന്തൊക്കെ കാട്ടിക്കൂട്ടുന്നത് മുപ്പത്തിയേരിക്ക് തന്നെ അറിയില്ല. എന്തായാലും സംഗതി അടിപൊളിയാണ്. ഷാജിദ ഷാജി കൂടുതൽ തെറികളുമായി, ജസ്ന സലീം കൂടുതൽ തെറികളുമായി മുന്നോട്ട് വരണമെന്നാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും ഇവർക്കൊക്കെ വൻ റീച്ചാണ്. ഇവരെക്കുറിച്ച് വീഡിയോ ചെയ്യുമ്പോൾ നമ്മളെ ഒരു 10 പേര് കാണുന്നുണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ കാണുന്നത്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടെ. ഇവിടെ ഇത് പ്രോത്സാഹിപ്പിക്കാം. ഈ 10 തെറി വിളിക്കണമെങ്കിൽ നമ്മളെ കൊണ്ടൊന്നും ഇത് പറ്റില്ല. ഇമ്മാതിരി തെറി വിളിക്കാൻ നമ്മുടെ നിഘണ്ടുവിലുള്ള തെറികളൊക്കെ വളരെ കുറവാണ്. അപ്പോൾ പറഞ്ഞാൽ എന്ത്, ഇവർ 3 പേരും ബിഗ് ബോസിലേക്കുള്ള കളികളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് ബലമായ സംശയമുണ്ട്. ഗൈസ്, നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ബിഗ് ബോസിൽ നിങ്ങളുള്ള അപരാധങ്ങളൊക്കെ അവിടെ വരട്ടെ, നല്ല രസം. അപരാധ കഥകളൊക്കെ കേൾക്കട്ടെ ആൾക്കാർ, നല്ല രസമായിരിക്കും അല്ലേ? ഇക്കൊല്ലത്തെ ബിഗ് ബോസ് അളിഞ്ഞു നാറും എന്നൊരു സംശയം തോന്നുന്നു. അതിൻ്റെ ഇടയിലേക്ക് ഇവരൊക്കെ വരുന്ന സമയത്ത് റോഷനൊക്കെ വന്നുള്ള അവസ്ഥ ആലോചിച്ച് 6 എണ്ണനും കൂടി ഇതിക്ക് വരണം. റോഷൻ ബിഗ് ബോസ് മതിയാക്കി ചിലപ്പോൾ നിർത്തി പോരും, റോഷൻ വരുന്നുണ്ടെങ്കിൽ. എന്തായാലും ഷാജിദ ഷാജി, ജസ്ന സലീം, രേണുസുതി, ആറാട്ടണ്ണൻ, അത് അനിൽ ജോസ് പെരേര, ഇങ്ങനെയുള്ള എല്ലാ അവിടെ വരുന്നതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഷഫ്നാത്താൻ ബിഗ് ബോസിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അത് വലിയ പെർഫോമൻസ് ഒന്നും കാഴ്ചവെക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ തൂട്ടമായി എറിയാനും മടിക്കില്ല. ഇവിടെ ആദ്യം പറഞ്ഞ ഷാജിദ ഷാജിയൊക്കെ എന്താ പറയാൻ പറ്റില്ല. ഇവിടെ നാഗചേച്ചീനെ ബിഗ് ബോസിലേക്ക് എടുക്കണം കേട്ടോ. നാഗചേച്ചിയുടെ ഇതിക്ക് ഭയങ്കര സ്നേഹം തോന്നുന്നുണ്ട്. സ്നേഹം തോന്നുന്നത് പറഞ്ഞാൽ അങ്ങനെ ഭയങ്കര ബഹുമാനം. ഇത് നാഗചേച്ചി നിങ്ങൾ മുത്താണ്. നിങ്ങളെ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ എല്ലാവരും ഈ ഒരു തെറി അവരത് കഥകളുടെ ഇടയിൽ നാഗചേച്ചീനെ ആൾക്കാർ മറക്കുന്നുണ്ടോ ഡൗട്ട്. നാഗചേച്ചിയുടെയൊന്നും ഇപ്പോൾ നാഗചേച്ചിയൊന്നും അത്ര കണ്ടൻറ്റ് ആൾക്കാർക്ക് തരുന്നില്ല. എവിടെ കാണില്ല, റിയാക്ഷൻ വീഡിയോയിലൊന്നും നാഗചേച്ചീനെ കാണലേ ഇല്ല. എന്തായാലും അതിൽ നല്ല വലിയ സങ്കടമുണ്ട്. നാഗചേച്ചി ഇതൊക്കെ കണ്ടിട്ട് എന്താ വിചാരിക്കണത് അതുപോലെ
പക്ഷെ എന്താ ചെയ്യുക. നാഗ ചേച്ചി എന്തായാലും നിങ്ങൾക്കിപ്പോൾ വലിയ മാർക്കറ്റ് വാല്യൂ ഇല്ല. മാർക്കറ്റ് വാല്യൂ ഉള്ളത് ഷാഹിദ ഷാജിക്കും അതേപോലെ ജസ്ന സലീമിനും രേണു സുധിക്കുമാണ്. ഓക്കെ ബൈ സേയോ വേറെ വീഡിയോയിൽ കാണാം. അപ്പോൾ ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനലാണ്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ബൈ.